ഫോളോയിങ് ദ സ്റ്റാർ ഡേ 18. അനുഗ്രഹീത മാതാപിതാക്കളാകുക. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 5 and 6. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യഹൂദിയ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാകൂറിൽ സക്കറിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹീത മാതാപിതാക്കളെക്കുറിച്ചാണ്. എങ്ങനെയാണ് മാതാപിതാക്കൾ അനുഗ്രഹീതരായിത്തീരുന്നത്? 128-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മക്കൾ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവുതൈകൾ പോലെയാണെന്ന്. യോഹന്നാൻ ജനിക്കുന്നതിന് മുന്നോടിയായി സക്കറിയാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് പറയുന്നുണ്ട്, വലിയ ഒരു ജനത്തെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നിന്റെ ഭവനത്തിലൊരു പ്രജ ജനിക്കുമെന്ന്. അതുവരെ നീ പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കണമെന്ന്. തൽഫലമായി യോഹന്നാൻ ജനിക്കുന്നു. സക്കറിയാവും എലിസബത്തും അവർക്ക് ദാനമായി ലഭിച്ച യോഹന്നാനും അടങ്ങിയതാണ് ആ പുരോഹിത കുടുംബം. ഒരു ചെറിയ കുടുംബം. ഈ കുടുംബം അനുഗ്രഹീതമായതിൻ്റെ കാരണം ദൈവദൂതൻ്റെ വാക്കിനെ വിശ്വസിക്കുകയും ദൈവവചനത്തിൽ പറയുന്നത് പോലെ അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരുമായിരുന്നു. ദൈവവചനം പ്രമാണിച്ച് നീതിയോടെ ജീവിച്ച 2 പേർ, സക്കറിയാവും എലിസബത്തും. അവരെ അറിയുന്നത് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെന്നാണ്. സക്കറിയാവ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ഓർക്കുന്നവൻ. എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തെ വണങ്ങുന്നവൾ. ദൈവം ഓർക്കുന്ന സക്കറിയാവും ദൈവത്തെ വണങ്ങുന്ന എലിസബത്തും ദൈവത്തിൻ്റെ വഴികളെ പ്രാർത്ഥിച്ച് ഒരുമനപ്പെട്ട് ജീവിച്ചപ്പോൾ അവർക്ക് ദൈവം നൽകിയ ദാനമാണ് യോഹന്നാൻ. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപയുള്ള മക്കളുണ്ടാകണമെങ്കിൽ ദൈവത്തെ ഓർക്കുന്ന പിതാവും ദൈവത്തെ വണങ്ങുന്ന മാതാവുമായിരിക്കണം. നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ നമ്മുടെ ദൈവത്തെ മറന്നു പോകുവാൻ ഇടയാകരുത്. ദൈവത്തിനും ദൈവികതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവരായിത്തീരണം. കുഞ്ഞുങ്ങൾക്ക് നല്ല പാത തെളിയിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയുള്ളവരായിത്തീരണം. ദൈവത്തോട് ചേർത്ത് വെച്ചതായ അനുഗ്രഹീതമായ ഈ ദൈവിക ബന്ധം ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് എലിസബത്തിനെ പോലെ ദൈവത്തെ വണങ്ങുന്നവരും സക്കറിയാവിനെ പോലെ ദൈവത്തെ ഓർക്കുന്നവരുമായി തീരുന്നത്. അപ്പോൾ യോഹന്നാനെ പോലെ ദൈവകൃപയുള്ള മക്കളുണ്ടാകും. ഈ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളുടെ പ്രതീകമാണ്. നമ്മുടെ ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരണം. ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. കർത്താവിൻ്റെ ദൂതൻ പറയുന്ന ആലോചന കേൾപ്പാനും അനുസരിപ്പാനും കഴിയുമ്പോഴാണ് നമ്മുടെ ഓരോ കുടുംബവും തിരുകുടുംബമായി മാറുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചേക്കാം, സക്കറിയാവിനെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നുവെങ്കിലെന്ന്. സക്കറിയാവിനെ പോലെയുള്ള ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഞാൻ എലിസബത്തിനെ പോലെയുള്ള ഭാര്യയായിരിക്കണം. എലിസബത്തിനെ പോലെയുള്ള ഭാര്യയെ കിട്ടണമെങ്കിൽ സക്കറിയാവിനെ പോലെയുള്ള ഭർത്താവായിരിക്കണം. സക്കറിയാവിനെയും എലിസബത്തിനെയും പോലെയാണ് ദൈവം ഓരോ പുരുഷനെയും സ്ത്രീയെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടാകുമ്പോൾ, സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള മനസ്സ് നേടിയെടുക്കുമ്പോൾ, പങ്കാളിയെ അംഗീകരിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം കരുതുന്ന മനോഭാവമാണ് നമ്മളിൽ വളർത്തിയെടുക്കേണ്ടത്. ഇവിടെ സക്കറിയാവും എലിസബത്തും പരസ്പരം പഴിചാരുന്നവരല്ലായിരുന്നു. അവരുടെ വേദനയുടെ മധ്യത്തിലും പരസ്പരം കരുതുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളിലും പരസ്പരം പഴിചാരാതെ, കുറ്റപ്പെടുത്താതെ, ദൈവം കൂട്ടിച്ചേർത്തതാണെന്ന് മനസ്സിലാക്കി കൈത്താങ്ങലുകൾ കൊടുത്ത്
താങ്ങായി തണലായി തീരുമ്പോഴാണ് അനുഗ്രഹവും സന്തോഷവും നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കാൻ കഴിയുന്നത്. സക്കറിയാവിനെയും എലിസബത്തിനെയും പോലെ ദൈവശബ്ദം കേൾക്കുന്നവരായി, കേട്ട ദൈവിക ശബ്ദം തിരിച്ചറിയുന്നവരായി നമ്മുടെ ഓരോ മാതാവിനും പിതാവിനും സാധിക്കുമ്പോഴാണ് കുടുംബങ്ങൾ അനുഗ്രഹീതമാകുന്നത്. മക്കൾ തെറ്റായ ദിശയിലാണ് പോകുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. മക്കൾ വേദനിപ്പിക്കുമ്പോൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ദൈവകൃപയുള്ള അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളായി തീരുവാൻ നമുക്കും സാധിക്കും. ഈ ആഗമന കാലത്തിൽ നമുക്കും അനുഗ്രഹീത കുടുംബമായി തീരാം. സക്കറിയാവിനും എലിസബത്തിനെയും പോലെ നീതിയോടെ ജീവിക്കുവാനും ദൈവശബ്ദം കേട്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഇടയാകട്ടെ. നമ്മളുടെ തെറ്റുകളെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടുന്നതുപോലെ ക്രമപ്പെടുത്തി, കർത്താവെ, ഞങ്ങളുടെ കുടുംബവും അനുഗ്രഹീത കുടുംബമാക്കി തീർക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.